വീഡിയോയിൽ കാണാം അവർ മുറക്കിങ്ങനെ തലപൊക്കി നിൽക്കുന്നുണ്ട്. സംഭവം ഞാൻ ഇവരോട് ചോദിച്ചു, ഇവിടെ അപ്പുറത്തെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവരോട് ചോദിച്ചപ്പോൾ ഈ പാമ്പ് വെള്ളത്തിൻ്റെ അടിക്ക് പോയിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും വിചാരിക്കുക മൂർഖൻ അല്ലെങ്കിൽ വിഷമുള്ള പാമ്പുകൾ വെള്ളത്തിൻ്റെ അടിക്ക് പോവില്ല, പൊന്തിക്കെടുക്കുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പറവട്ടാനി പ്രിയദർശിനി നഗറിലാണ്. ഇപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയൊരു വാട്ടർ ടാങ്കാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ടാങ്കിൽ വന്ന് നോക്കിയപ്പോഴാണ് ഒരു മുറുക്ക വീഡിയോയിൽ കാണാം അവർ മുറുക്കിങ്ങനെ തലപൊക്കി നിൽക്കുന്നുണ്ട്. സംഭവം ഞാൻ ഇവരോട് ചോദിച്ചു, ഇവിടെ അപ്പുറത്തെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവരോട് ചോദിച്ചപ്പോൾ ഈ പാമ്പ് വെള്ളത്തിൻ്റെ അടിക്ക് പോയിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും വിചാരിക്കുക മൂർഖൻ അല്ലെങ്കിൽ വിഷമുള്ള പാമ്പുകൾ വെള്ളത്തിൻ്റെ അടിക്ക് പോവില്ല, പൊന്തിക്കെടുക്കുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. അപ്പോൾ ഇതിൽ ഈ പാമ്പ് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അത്ര വലിപ്പമൊന്നുമല്ല, ചെറിയൊരു മൂർഖനാണ്. നമുക്ക് റെസ്ക്യൂയിലേക്ക് കിടക്കാം. നമ്മൾ പൈപ്പും ബാഗും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ആ അപ്പോൾ സംഭവം ഇര പിടിക്കാനായിട്ടൊക്കെ രാത്രി കറങ്ങി നടന്നപ്പോൾ അബദ്ധവശ ഈ ടാങ്കിൽ വീണതാണ്. കുറച്ചും കൂടി വലിപ്പമുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവന് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുമായിരുന്നേനെ. ഇത് അത്ര വലിപ്പമില്ല, ഒരു മീഡിയം സൈസ് മുറുക്കനാണ്. അപ്പോൾ എന്തായാലും സേഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആണ് വാങ്ങിയിട്ടാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.